എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. പണിതിരാത്ത വീട് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ വയലാർ രാമവർമ്മ രചിച്ച് ശ്രീ MS വിശ്വനാഥൻ സാറ് സംഗീതം ചെയ്ത് ശ്രീ P ജയചന്ദ്രൻ പാടിയ നീലഗിരിയുടെ സഹികളെ എന്ന ഗാനമാണ്. ഇതിൻ്റെ ശ്രുതി 2 ഘട്ട, അതായത് D. ഇത് ഞാൻ വായിക്കുന്നത് 3 വിരൽ 3 ഫിംഗറിലാണ് വായിക്കുന്നത്. രാഗം മോഹനം, പിന്നെ അതിൽ ചെറിയ നിഷാദമൊക്കെ ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഹനം ഇത് വായിക്കാൻ കുറച്ച് എളുപ്പമുള്ളത് 3 ഫിംഗറാണ്. അപ്പോൾ 3ൻ്റെ ഫ്ലൂട്ട് എടുത്തിട്ട് 3 വിരൽ വായിച്ചാൽ അത് 2ആയി. അപ്പോൾ 2ന് വായിക്കാം. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ഒരു ഹാർപ്പ് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാർപ്പ് വന്നു കഴിഞ്ഞിട്ട് ഫ്ലൂട്ട് ഇങ്ങനെ വരും. ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്. അതിൻ്റെ സ്വരങ്ങൾ ഗ പ ദ സ സരി സഗരി സദാ ഗ പ ദ സ സരി സഗരി സദാ. അതൊരു ബ്രത്തിൽ ദ സഗരി ഗ സദാ പദ സദ പഗരി സദാ പദ സദ പഗരി സദാ ദസ പദ സ സരി സദ സ രിഗരി സരി ഗ. അപ്പോൾ ഗ പ സദ സ സരി സഗരി സദാ ദ സഗരി ഗ സദ പദ സദ പഗരി സദാ സ രി ഗ. ഒന്നും കൂടി പറയാം. ഗ പ സദ സ സരി സഗരി സദാ ദ സഗരി ഗ സദ പദ സദ പഗരി സദാ സ രി ഗ. ഒന്നുകൂടി വായിക്കാം. അത് കഴിഞ്ഞാൽ ഒരു ഹാർപ്പ് വീണ്ടും വരും മുകളിൽ നിന്ന് സാ തൊട്ട് താഴേക്ക്. പിന്നെ സുപ്രഭാതം 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 എന്ന് പറയുമ്പോൾ ദ പദാദ ദ പദാദ ദ പദാദ 3 തവണ വരും. അപ്പോൾ
അടുത്തത് സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അപ്പോൾ സദസാസം സദസാസം സദസാസ. അപ്പോൾ രണ്ടും ചേർത്ത് വായിക്കാം. ഇത് കഴിയുമ്പോൾ വീണ്ടും ഹാർപ്പ് മുകളിലത്തെ ഗായിന്ന് അങ്ങനെ ഒരു ഹാർപ്പ് വരും. സ്വരമണ്ഡല് ഹാർപ്പ് എന്നൊക്കെ പറയുന്ന സാധനം ഇങ്ങനെ വലിക്കും, ഇങ്ങനെ കൈ കൊണ്ട് അങ്ങനെ, അതാണ് ഹാർപ്പ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്. പിന്നെ ഉടനെ വരുന്നത് പല്ലവിയാണ്. പല്ലവി നീലഗിരിയുടെ സഖികളെ ഗപ പ പ പ പ പ ഗ ഗ പ ദ പരി സ ഗപ പ പ പ പ ദ പ ഗ മൺ ഗ പ ദ പ ഗരി സരി ഗ സ രീ പറയുമ്പോൾ ഗരി സരി സ ഗപ പ പ പ പ ദ പ ഗ ഗ പ ദ പ ഗരി സരി സ. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഒന്നൊരു വായിക്കാം. ജ്വാലാമുഖികളെ സാഗരി ഗരി സരിഗ സാദാ സാഗരി ഗരി സരിഗ സാദാ സരിഗ സാഗരി ഗരി സരിഗ സാദാ സരിഗ ജ്വാലാമുഖികളെ. അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ രണ്ടാമത്തെ തവണ വരുമ്പോൾ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. അവിടെ മാത്രം ചേഞ്ച് വരും. ഗപ പ പ പ പദ പ ഗ ഗ പ ദ പ ഗരി സരി സ സ ഗരി ഗരി സരി ഗ സാദ സ സ രി രി പരി ഗ. അതാണ് ചേഞ്ച്. രി പരി ഗ ജ്വാലാമുഖികളെ രി പരി ഗ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. അടുത്തത് ജ്യോതിർമയ ഉഷസിനെ പദദ സദ സദ പ പദ സ പ പദദ സദ സദ പ പദ സദ പ പദദ സദ സദ പ പദ സ പ. വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ വെള്ളി ഗപ ദസരിഗ സാസ പദ സദ സദ പഗ ദിഗ സാരിഗ ഗപ ദസരിഗ സാസ പദ സദ സദ പഗ
രി ഗ സ രി ഗ. എന്നിട്ട് പറയാം ഗ പ വെള്ളി ദസ രി ഗ സ സ ചാമരം പദസ ദസ ദ പഗ വീശും രി ഗ സ രി ഗ മേഘങ്ങളെ ഗ പദ സ രി ഗ സ പദ സ ദ സ ദ പഗ രി ഗ സ രി ഗ. അപ്പോൾ സുപ്രഭാതം 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 ദാപദാദ രി സരി ഗരി സാദ സാദ സാസ ദാപദാദ രി സരി ഗരി സാദ സാദ സാസ. ഒന്നുകൂടി വായിക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് വായിക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കും പല്ലവിയും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നമസ്കാരം. താങ്ക് യു.